സ്ലൈഡിൽ എൽ യു ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ എൽ യുവിൻ്റെ വിഘടനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് സ്ക്വയർ മാട്രിക്സിലെ എൽ യു വിഘടനം എന്ന് പറയുന്നത് നമ്മളൊരു മാട്രിക്സിനെ രണ്ട് ത്രികോണ മാട്രിക്സുകളായിട്ട് നമുക്ക് മുറിക്കുന്നതിനാണ് എൽ യു ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു അപ്പർ ട്രയാങ്കിൾ മാട്രിക്സ് കിട്ടും, ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ലോവർ ട്രയാങ്കിൾ മാട്രിക്സ് കിട്ടും. അതിനാണ് എൽ യു ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ മാട്രിക്സുകളുടെ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മാട്രിക്സുകൾ നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ഒറിജിനൽ മാട്രിക്സിന് തുല്യമായിരിക്കും ഈ രണ്ട് ത്രികോണങ്ങളും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരുപാട് സമവാക്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എൽ യു ഡീകമ്പോസിഷന് വിഘടനത്തിന് എന്താ പറയുക വിഘടിപ്പിക്കുന്നത് നമുക്ക് എന്താ പറയുക ഒരു എലിമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ സൈഡിൽ നോക്കുന്നത്. നമ്മൾ ഈ ലീനിയർ ആൾജിബ്രയിൽ സ്ക്വയർ മാട്രിക്സിൻ്റെ അപ്പർ ആൻഡ് ലോവർ ഡീകമ്പോസിഷൻ്റെ ഒരു തിയറി ഉണ്ട്. അതായത് ഇപ്പോൾ എന്ന് പറയുന്ന മാട്രിക്സ് ആണെങ്കിൽ എൽ ഇൻറ്റു യു, അതായത് അപ്പർ ട്രയാങ്കിൾ ആൻഡ് ലോവർ ട്രയാങ്കിൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമുല. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എൽ യു ഡീകമ്പോസിഷൻ തുടർച്ചയാണ്. ഇപ്പോൾ ലീനിയർ ആൾജിബ്രയിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടറൈസേഷൻ ടെക്നിക്ക്, അതായത് മാട്രിക്സിൻ്റെ എൽ യു ഡീകമ്പോസിഷനാണ് നമ്മൾ ഇപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്. ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ മാട്രിക്സിൻ്റെ ഇപ്പോൾ ലോവർ ട്രയാങ്കിൾ മാട്രിക്സും ആയിട്ടുള്ള എല്ലും അതുപോലെ അപ്പർ ട്രയാങ്കിൾ മാട്രിക്സ് ആയിട്ടുള്ള യുവും ആയിട്ട് വിഭജിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ എ മാട്രിക്സിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിലധികം വലതുവശത്തെ വെക്ടറുകൾക്ക് കോഹിഷൻ മാട്രിക്സ് തുല്യമായ രേഖീയ സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം നമുക്ക് പരിഹരിക്കുന്നതിന് ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് നമുക്ക് എൽ യു വിഘടനം, അതായത് എൽ യു ഡീകമ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ എൽ യു ഡീകമ്പോസിഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക നമുക്ക് ഇടതുവശത്തും വലതുവശത്തായിട്ടുള്ള വെക്ടറുകളുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാട്രിക്സ് എ നമുക്കിപ്പോൾ മാട്രിക്സ് എ നമുക്ക് ഇങ്ങനെ വിഘടിക്കുന്നതിന് പകരം ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിഘടിപ്പിച്ചിട്ടുള്ള എൽ യു മാട്രിക്സുകളുണ്ടല്ലോ. എൽ യു മാട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ മാട്രിക്സുകളുണ്ടല്ലോ. ഇത് ഉപയോഗിച്ച് നമുക്ക് സിസ്റ്റം നമുക്ക് എന്താ പറയുക പരിഹരിക്കാൻ പറ്റും. അതിലുള്ള പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് ഈ എലമെൻ്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് പരിഹരിക്കുന്നത്. നമ്മൾ ഈ സ്ലൈഡ് തുടങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈഡുകളുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അത് എൽ യു വിഘടനം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ എ എന്ന താഴ്ന്ന ത്രികോണ മാട്രിക്സ് ആയിട്ടുള്ള എല്ലും എയുടെ ഒരു താഴ്ന്ന ത്രികോണ, അതായത് താഴത്തുള്ളൊരു ട്രയാങ്കിൾ മാട്രിക്സ് ആയിട്ടുള്ള എല്ലും അതുപോലെ എയുടെ മുകളിലുള്ള അപ്പർ ഭാഗത്തുള്ള ത്രികോണ മാട്രിക്സ് യുയും നമ്മളായിട്ട് വിഭജിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉൽപ്പന്നം നമുക്ക് യഥാർത്ഥ എ മാട്രിക്സിന് തുല്യമായിരിക്കുന്നതാണല്ലോ അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ സ്ലൈഡ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എ എന്ന മാട്രിക്സിൻ്റെ എലിമെൻ്ററി മാട്രിക്സുകൾ കൊണ്ട് ഗുണിച്ചിട്ട് ഉള്ള മാട്രിക്സ് റിസൾട്ട്, അതായത് E1 E2 E3 അതായത് E1 E2 E3 എ എന്നുള്ള രീതിയിൽ ഗുണിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ടിലാണ് നമ്മൾ നമുക്കിപ്പോൾ ഇത് നിൽക്കുന്നത്. ഇതിനെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പർ ട്രയാങ്കിളിലാണ് വാല്യൂസ്, ലോവർ ട്രയാങ്കിൾ 0 ആണ്. നമ്മളിത് തിരിച്ച് ലോവർ ട്രയാങ്കിൾ 0യും അപ്പർ ട്രയാങ്കിൾ വാല്യൂ, അതായത് അപ്പർ ട്രയാങ്കിൾ 0യും ലോവർ ട്രയാങ്കിൾ എങ്ങനെയൊക്കെ ഉണ്ടത് വാല്യൂസും ആക്കി മാറ്റുന്നതിന് ഇതിന് റിവേഴ്സ് ഓർഡറിൽ ചെയ്താൽ മതി. അതാണ് ആ സെക്കൻഡ് റോയിൽ കാണുന്നത്. നമ്മളങ്ങനെ റിവേഴ്സ് ഓർഡറിൽ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസാനം ഇതിന് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വി ക്യാൻ സി എ മാട്രിക്സ്. ഇതാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. ഈ സ്ലൈഡിൽ എൽ യു ഡീകമ്പോസിഷൻ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 3x3 മാട്രിക്സ് ഇല്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിൽ x1 x2 x3 നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൽ യു ഡീകമ്പോസിഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൽ യു ഡീകമ്പോസിഷനിൽ എൽ ലോവർ ട്രയാങ്കിൾ മാട്രിക്സ് ആണെന്നും യു അപ്പർ ട്രയാങ്കിൾ മാട്രിക്സ് ആണെന്നും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിലിപ്പോൾ നമുക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് എ ഐസ് ഇസിക്കൽ ടു ബി എന്നും എൽ യു എസ് ഇസിക്കൽ ടു ബി എന്നും നമുക്ക് അനുമാനിക്കാം. നമുക്ക് എക്സ് ആണ് നമുക്ക് പരിഹരിക്കേണ്ട അൺനോൺ ഫാക്ടർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൽ യു നമുക്ക് എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഡീകമ്പോസ് ചെയ്യാനുള്ള ഘട്ടങ്ങൾ നമ്മൾ നോക്കാം. എൽ വൈ ഇസിക്കൽ ടു ബി ആണ് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു പുതിയ വെക്ടറായിട്ടുള്ള വൈക്ക് എൽ വൈ ഇസിക്കൽ ടു ബി പരിഹരിക്കുന്നതിന് പരമായി ഈ നമ്മൾ എല്ലാവരും താഴ്ന്ന ത്രികോണ മാട്രിക്സ് ആയതിനാൽ ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യക്ഷമം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് യു എക്സ് ഇസിക്കൽ ടു വൈ പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് യു എക്സ് ഇസിക്കൽ ടു വൈ പരിഹരിക്കാൻ നമുക്ക് അതിൻ്റെ പ്രക്രിയയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചുറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ എക്സ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എന്താ പറയുക അപ്പർ ഡീകമ്പോസിഷനും ചെയ്യുന്നു, ലോവർ ഡീകമ്പോസിഷൻ ചെയ്യുന്നു. ഈ അപ്പർ ഡീകമ്പോസിഷനും ലോവർ ഡീകമ്പോസിഷനും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കുമല്ലോ അതിൻ്റെ ഒറിജിനൽ വാല്യൂ. ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഈ അപ്പർ ഡീകമ്പോസിഷനും ലോവർ ഡീകമ്പോസിഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ x3 x2 x1 മനസ്സിലാക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ കാൽക്കുലേഷൻ നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മൾ ഈ സ്ലൈഡിൽ ഈ പാസ്കൽ സിമെട്രിക് മാട്രിക്സിൻ്റെ എൽ യു ഫാക്ടറൈസേഷനാണ് നോക്കുന്നത്. നമ്മൾ പാസ്കൽ സിമെട്രിക് മാട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഇതിൻ്റെ ഇടതുവശത്ത് മുകളിലുള്ളത് കൂട്ടിയിട്ട് ഉള്ളതായിരിക്കും, കൂട്ടിയ വാല്യൂ ആയിരിക്കും അടുത്ത ഓരോ നമ്പറും എഴുതുന്നത് ഇടതുവശത്തോ മുകളിലുള്ള സംഖ്യകൾ കൂട്ടിയിട്ടായിരിക്കും എഴുതുന്നത്. അങ്ങനെ എഴുതിയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഫസ്റ്റത്തെ മാട്രിക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും.
നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ ഒരു 4 പാസ്കൽ മാട്രിക്സിൻ്റെ ഈ എൽ യു വിഘടനത്തിൻ്റെ ഉദാഹരണമാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ എത്ര വലിയ പാസ്കൽ മാട്രിക്സിൻ്റെയും ഈ പ്രോപ്പർട്ടി എൽ യു എന്ന ട്രാൻസ്പോസ് ശരിയാണെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം.